എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ ഞാൻ ആദ്യമായി അർപ്പിക്കുകയാണ്. ദൈവം പുത്രനായി ഉണ്ണിയേശുവിനെ പിറക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണിയേശു പിറന്നു വീഴുമ്പോഴും നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അതിന് കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. സമ്പന്നതയുടെ പറുദീസയിലല്ല ഉണ്ണിയേശു പിറന്നു വീണത്. സമ്പന്ന ധനികവർഗത്തിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ആയിരുന്നില്ല, പ്രമാണിത്ത വർഗത്തോടൊപ്പം ആയിരുന്നില്ല ക്രിസ്തുദേവൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട നിസ്വവർഗത്തോടൊപ്പം ചേർന്ന് നിന്ന് അവരെ ചേർത്ത് നിർത്തി അവർക്ക് ആശ്വാസവും സമാധാനവും സൗഹൃദവും സാഹോദര്യവും സന്തോഷവും പ്രദാനം ചെയ്യുക എന്ന ഉദാത്തമായ കാരുണ്യത്തിൻ്റെയും ഉറവ പറ്റാത്ത സ്നേഹത്തിൻ്റെയും ഉജ്ജ്വലമായ സന്ദേശമാണ് ക്രിസ്തുദേവന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുള്ളതെങ്കിൽ, അതാണ് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്നുണ്ടെങ്കിൽ, അത് പിൻപറ്റി മുന്നോട്ട് പോകാനുള്ള കഴിവ്, കരുത്ത്, ശക്തി നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്നാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കമ്പോളത്തിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കട തുറക്കുക എന്നുള്ളത്. എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യ സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ ഞാൻ ആദ്യമായി അർപ്പിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ ടിനു ജോർജ് അദ്ദേഹത്തോട് സ്വകാര്യ സംഭാഷണത്തിൽ ചോദിച്ചു, വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന സന്തോഷം പങ്കുവെക്കാൻ കഴിയുന്ന, കുടുംബാംഗങ്ങളുമായി ചേർന്ന് സൗഹൃദം പങ്കുവെക്കാൻ ലഭിക്കുന്ന, ഉണ്ണിയേശു പിറന്ന പുണ്യദിനമായിട്ടുള്ള ക്രിസ്മസ് ദിവസം വീട്ടിൽ വിശേഷാൽ പരിപാടിയൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ ഭവനം ഇതാണ്, ഈ വിശ്വാസ സമൂഹമാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് നിർധനരും നിരാലംബരുമായിട്ടുള്ള സാധാരണ സമൂഹത്തെ വിശ്വാസത്തിൻ്റെ പിൻബലത്തോടുകൂടി ആശ്വാസത്തിൻ്റെ തുരുത്തിലേക്ക് നയിക്കുന്നതിന് അനിതര സാധാരണമായ മികവും വ്യക്തിഗതമായ വൈഭവവും ഉണ്ട് എന്ന് ഇതിനകം ആഗോളതലത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു സുവിശേഷകനാണ്, സുവിശേഷ പ്രാസംഗികനും പ്രയോക്താവുമാണ് ബഹുമാനപ്പെട്ട ശ്രീ ടിനു പാസ്റ്റർ എന്നുള്ളത് വളരെ ആദരവോടുകൂടി തന്നെ ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉണ്ണിയേശു പിറന്ന പുണ്യദിനമായിട്ടുള്ള ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും മഹനീയമായിട്ടുള്ള ഈ ചടങ്ങ് നിർവഹിക്കുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്, വിശ്വസിക്കുന്നത്, സാധാരണക്കാരെ സഹായിച്ചുകൊണ്ടാണ്, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടാണ് നീ എന്നെ സ്നേഹിക്കേണ്ടത്, എന്നെ പിൻപറ്റേണ്ടത് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിൽ അത് അക്ഷരം പ്രതി പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ടിനു ജോർജ് പാസ്റ്റർ ഈ മിഷനിലൂടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിനെ പിൻപറ്റുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ ക്രൈസ്തവൻ. ക്രിസ്തുവിനെ പിൻപറ്റുന്നവനാണ് ക്രൈസ്തവൻ എന്നുണ്ടെങ്കിൽ, ഈ ഭൂമുഖത്ത് ദൈവപുത്രനായി അവതരിക്കപ്പെട്ട് പീഡനവും ത്യാഗവും സഹിച്ച് കൊടിയ മർദ്ദനങ്ങൾക്ക് വിധേയമായ, ആക്ഷേപങ്ങൾക്ക് വിധേയമായ ക്രിസ്തുദേവൻ ഏറ്റവും ഒടുവിൽ ഈ ധാർമ്മികതയുടെ, കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തിന് പ്രദാനം ചെയ്ത ക്രിസ്തുദേവൻ ഏറ്റവും ഒടുവിൽ തൻ്റെ അടുത്ത ശിഷ്യരാൽ ചതിക്കപ്പെടും, വഞ്ചിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ രക്തവും തൻ്റെ മാംസവും സനാതനമായ ധർമ്മത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് ക്രിസ്തുദേവൻ കാൽവരി കുന്നിലേക്ക് നടന്നെടുത്തത്. അപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായ ഒരു സ്വാഭാവികമായിട്ടുള്ള സന്ദേഹം, ഇത്രയും ധാർമ്മികതയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, കുഷ്ഠരോഗികളോടൊപ്പം, നിസ്വവർഗത്തോടൊപ്പം, പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തോടൊപ്പം തനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുക എന്നുള്ളതാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ ഭക്ഷിപ്പിച്ചതിലൂടെ ക്രിസ്തുദേവൻ നൽകിയിട്ടുള്ള മഹത്തരമായ സന്ദേശമെന്നുണ്ടെങ്കിൽ,
നമുക്കുള്ളത് നമുക്കനുഭവിക്കാൻ അവകാശപ്പെട്ടത് നമുക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, സമൂഹത്തിലെ മറ്റുള്ളവർക്ക് കൂടി അനുഭവിക്കാൻ അവകാശപ്പെട്ടതാണ് എന്ന ഉദാത്തമായ വിശാല ബോധത്തോടു കൂടി മറ്റുള്ളവരുമായി അത് പങ്കുവെക്കുക എന്ന മഹത്തരമായിട്ടുള്ള സംസ്കാരം ലോകത്തിന് പ്രദാനം ചെയ്ത ക്രിസ്തുദേവൻ ചാട്ടവാറടിയേറ്റ് രക്തം പൊട്ടിയൊലിച്ച് കാൽവരി കുന്നിലൂടെ കടന്നു ചെന്ന് കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെയുള്ള ദൈവിക നീതി എന്ത് എന്ന് സ്വാഭാവികമായും സംശയിച്ചു പോകും. ആ സംശയത്തിന് നിവാരണം വരുത്തിക്കൊണ്ടാണ് കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുദേവൻ മൂന്നാം പക്കം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ആത്യന്തികമായ സത്യം അല്ലെങ്കിൽ ആത്യന്തികമായിട്ടുള്ള വിജയം സത്യത്തിൻ്റെതും ധർമ്മത്തിൻ്റെതും അതുപോലെ തന്നെ മൂല്യങ്ങളുടേതുമാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് ക്രിസ്തുദേവൻ്റെ മൂന്നാം പക്കം ഉയർത്തെഴുന്നേൽപ്പ്. ഞാൻ ഇത്രയും സൂചിപ്പിച്ചത് അപ്പോൾ സ്വജീവിതത്തിലൂടെ എന്താണ് ദൈവിക ദൗത്യം എന്നുള്ളത് ലോകത്തെ പഠിപ്പിക്കുക, സ്വജീവിതത്തിലൂടെ പഠിപ്പിക്കുക. മാത്രമല്ല, ദൈവം പുത്രനായി ഉണ്ണിയേശുവിനെ പിറക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ണിയേശു പിറന്നു വീഴുമ്പോഴും നാം മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അതിന് കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം. സമ്പന്നതയുടെ പറുദീസയിലല്ല ഉണ്ണിയേശു പിറന്നു വീണത്. സമ്പന്ന ധനികവർഗത്തിന്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ആയിരുന്നില്ല, പ്രമാണിത്ത വർഗത്തോടൊപ്പം ആയിരുന്നില്ല ക്രിസ്തുദേവൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട നിസ്വവർഗത്തോടൊപ്പം ചേർന്ന് നിന്ന് അവരെ ചേർത്ത് നിർത്തി അവർക്ക് ആശ്വാസവും സമാധാനവും സൗഹൃദവും സാഹോദര്യവും സന്തോഷവും പ്രദാനം ചെയ്യുക എന്ന ഉദാത്തമായ കാരുണ്യത്തിൻ്റെയും ഉറവ പറ്റാത്ത സ്നേഹത്തിൻ്റെയും ഉജ്ജ്വലമായ സന്ദേശമാണ് ക്രിസ്തുദേവൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിന് പ്രദാനം ചെയ്തിട്ടുള്ളതെങ്കിൽ അതാണ് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്നുണ്ടെങ്കിൽ അത് പിൻപറ്റി മുന്നോട്ട് പോകാനുള്ള കഴിവ്, കരുത്ത്, ശക്തി നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലൊന്നാണ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കട തുറക്കുക എന്നുള്ളത്. അത് തീർച്ചയായും സാധ്യമാക്കാൻ കഴിയും ക്രിസ്തു വചനങ്ങളിലൂടെ, ദൈവിക വചനങ്ങളിലൂടെ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്കത് സാക്ഷാത്കരിക്കാൻ കഴിയും. വർത്തമാനകാല സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വിദ്വേഷം, വെറുപ്പ്, പക, ആ സ്ഥാനത്ത് സൗഹൃദം, സ്നേഹം, സാഹോദര്യം, ആ ഉദാത്തമായ മൂല്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങളിൽ ക്രൈസ്തവ ജീവിതം, ക്രിസ്തുവിൻ്റെ ജീവിതം, ക്രൈസ്തവ വചനങ്ങൾ, ദൈവിക വചനങ്ങൾ നമുക്ക് കഴിവും കരുത്തും ശക്തിയും പ്രേരണയും പ്രചോദനവും പ്രോത്സാഹനവുമായി മാറിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഈ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ പിൻപറ്റി മുന്നോട്ട് പോകുന്ന ഈ ചാരിറ്റി മിഷൻ, ഗോഡ്സ് ലവ് ചാരിറ്റി മിഷൻ, ദൈവസ്നേഹത്താൽ അധിഷ്ഠിതമായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൗത്യം, ജീസസ് ഈസ് എലൈവ്, ജീസസ്, യേശു ഇപ്പോഴും നമ്മോടൊപ്പം ജീവിക്കുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ജീവിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും നന്മ നിറഞ്ഞ 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.